ഹലോ എവരിവൺ. കുട്ടികളെ വളർത്തുക എന്ന് പറയുന്നത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണല്ലേ. എങ്ങനെ ഒരു നല്ല പേരന്റ് ആകണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആർക്കും ഇപ്പോഴും ഒരു നല്ല ധാരണ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. എങ്ങനെ നമ്മുടെ കുട്ടികളെ ഗൈഡ് ചെയ്യണം, എങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു അവയർനെസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികളെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട്, പ്രത്യേകിച്ചും ഇന്നത്തെ ഈ ന്യൂ ജനറേഷൻ കുട്ടികളെ മാനേജ് ചെയ്യാനായിട്ട് മാതാപിതാക്കൾക്ക് നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ എങ്ങനെ നമുക്ക് നമ്മുടെ കുട്ടികളെ മാനേജ് ചെയ്യാം, അവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം, ഗൈഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഒരു നല്ല പേരന്റ് ആകണമെങ്കിൽ നമുക്ക് വേണ്ട ഏറ്റവും അത്യാവശ്യമായ ഒരു ഗുണം എന്ന് പറയുന്നത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികളോടൊന്ന് സംസാരിക്കാനായിട്ട് നമ്മൾ തയ്യാറാവുക, അവർ പറയുന്നത് കേൾക്കാൻ തയ്യാറാവുക. ഇന്ന് എല്ലാവരും ആകെ തിരക്ക് പിടിച്ചൊരു ജീവിതത്തിലാണ്, പ്രത്യേകിച്ചും അപ്പനും അമ്മയും ഒക്കെ ജോലിക്ക് പോകുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ആർക്കും കുട്ടികൾ പറയുന്നത് കേൾക്കാനായിട്ട് നേരമില്ല. അത് അവരിൽ ഒരുപാട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അവരുടെ ആ വളർച്ചയൊക്കെ തന്നെ സാരമായിട്ട് അത് ബാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അല്പസമയം നമ്മുടെ കുട്ടികൾ പറയുന്നത് കേൾക്കാനായിട്ട് നമ്മൾ തയ്യാറാവുക. അതിനെ ജഡ്ജ് ചെയ്യാതെ നീ എന്ത് വിഡ്ഢിത്തരമാണ് ഈ പറയുന്നത്, അല്ലെ നിനക്കൊന്നും സംസാരിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ജഡ്ജ് ചെയ്യാതെ ഒന്ന് ക്ഷമയോടെ നമ്മുടെ കുട്ടികളെ കേൾക്കാനും, അവരിപ്പോ സ്കൂളിൽ പോകുന്ന കുട്ടികളാണ്, തിരിച്ചു വരുമ്പോൾ എന്തൊക്കെയാണ് ആ സ്കൂളിൽ അന്നത്തെ ആ ഒരു ദിവസം സംഭവിച്ചത് എന്നൊക്കെ പറയാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് എൻകറേജ് ചെയ്ത് കൊടുക്കുക. ഡിഫൈൻ യുവർ ബൗണ്ടറീസ്. പലപ്പോഴും മാതാപിതാക്കളും മറന്നു പോകുന്ന ഒരു കാര്യമാണ് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് എല്ലാ കാര്യങ്ങൾക്കും ഒരു അതിർവരമ്പ് വെക്കുക എന്നുള്ളതല്ല, എങ്കിലും നമ്മളുടെ കുട്ടികൾക്ക് ഒരു സെൽഫ് ഡിസിപ്ലിൻ പഠിക്കാൻ, നമ്മളെ ഒന്ന് റെസ്പെക്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. കുട്ടികളോട് സൗഹൃദപരമായിട്ട് പെരുമാറുന്നതിന് ഒരു കോട്ടം വരാത്ത രീതിയിൽ തന്നെ നമുക്ക് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് നമ്മൾ നമ്മുടെ കുട്ടികളോട് ഓരോ റൂൾസ് പറയും അല്ലെ. ഒരു വീടാവുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യം ആകുമ്പോൾ അവിടെയൊക്കെ ഓരോരോ നിയമങ്ങളുണ്ട്. അപ്പൊ കുട്ടികളോട് ഇത്ര സമയം കഴിഞ്ഞാൽ പുറത്തേക്ക് അല്ലെ കളിക്കുന്നതിന് ഇത്ര ഒരു ലിമിറ്റ് നമ്മൾ വെക്കുന്നു, ഒരു ഹാഫ് ആൻ അവർ ഒരു ദിവസം നിങ്ങൾക്ക് കളിക്കാൻ നമ്മൾ അനുവദിക്കുന്നു, അല്ലെ ടി വി കാണാൻ, മൊബൈൽ കാണാൻ നമ്മൾ ഒരു ടൈം സെറ്റ് ചെയ്ത് നമ്മുടെ കുട്ടികളോട് പറയുകയാണ് ഒരു ഹാഫ് ആൻ അവർ നിനക്ക് യൂസ് ചെയ്യാമെന്ന്. അതിനുശേഷം കുട്ടികൾ അത് ഉപയോഗിക്കുകയാണ് എങ്കിൽ അവിടെ നമുക്ക് സ്റ്റോപ്പ് പറയാൻ ആസ് എ പേരന്റ് നമുക്ക് കഴിയണം. പലപ്പോഴും നമ്മൾ നമ്മുടെ കുട്ടികളോടുള്ള വാത്സല്യവും സ്നേഹവും ഒക്കെ കൊണ്ട് ഇങ്ങനെയുള്ള ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാറില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഡിസിപ്ലിൻ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ മാതാപിതാക്കളെ ബഹുമാനം എന്നൊക്കെയുള്ള, അവരെ ബഹുമാനിക്കണം എന്നൊക്കെ ഉള്ളത് പഠിക്കാൻ പലപ്പോഴും മറന്നു പോകുന്നു. അതുകൊണ്ട് നമ്മളൊരു ഡിസിഷൻ എടുത്താൽ അത് ഫേം ആയിട്ട് അതിൽ ഉറച്ചു നിൽക്കുക. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവും എന്നുള്ള ഭയം വേണ്ട. അങ്ങനെ നമ്മൾ അവരെ ശീലിപ്പിച്ചെടുക്കുക. എന്ത് കാര്യത്തിനും നമ്മളൊരു സമയക്രമം അനുവദിച്ചു കൊടുത്താൽ പിന്നീട് അവർ ചോദിച്ചു കഴിഞ്ഞാൽ അത്രയേ നിനക്ക് അനുവദിച്ചിട്ടുള്ളൂ, അത് മതി എന്ന് പറയാനായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മളുടെ കുട്ടികളുടെ മാനസികമായ വളർച്ചയ്ക്ക് അത് ഒരുപാട് ഗുണം ചെയ്യും. മേക്ക് ടൈം ഫോർ ഈച്ച്. കുട്ടികൾക്ക് വേണ്ടി ഒരു അല്പസമയം നമ്മൾ മാറ്റി വെക്കാനായിട്ട് തയ്യാറാവുക. പലപ്പോഴും തിരക്കുകൾ കാരണം നമ്മളുടെ കുട്ടികളുടെ അടുത്ത് പോയി ഒന്ന് ഇരിക്കാനൊന്നും നമുക്ക് സമയം കിട്ടാറില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. എങ്കിലും നമ്മളുടെ കുട്ടികളെ വളർത്തിയെടുക്കുന്നതിൽ നല്ല രീതിയിൽ വളർത്തിയെടുക്കണമെങ്കിൽ അതിനും ഒരു അല്പസമയം നമ്മൾ മാറ്റി വെച്ചേ മതിയാവും. കുട്ടികളുടെ അടുത്ത് പോയി അല്പസമയം, ഒരു 10 മിനിറ്റ് എങ്കിൽ 10 മിനിറ്റ് ക്വാളിറ്റി ടൈമിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. എത്ര സമയം നിങ്ങൾ ഇരുന്നു എന്നുള്ളതല്ല, ഇരിക്കുന്ന സമയം നല്ല രീതിയിൽ നമ്മൾ കുട്ടികളുടെ കൂടെ ചെലവഴിക്കുക. അതിപ്പോ ഒന്നും സാധിച്ചില്ല എങ്കിൽ ഒന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഗെയിംസ് കളിക്കണം, അതിന്റെ കൂട്ടത്തിൽ ഒരു അല്പസമയം ചെലവഴിക്കുക. ഇങ്ങനെ അവരുമായിട്ടൊരു അടുപ്പം നമ്മൾ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ അവരുടെ വിഷമതകളായാലും അല്ലെ അവരുടെ ജീവിതത്തിൽ അവർ നേരിടുന്ന ഓരോ പ്രായത്തിലുള്ളവർക്കും അവരുടേതായ ചലഞ്ചസ് ഉണ്ട് അല്ലെ. നമ്മൾ വിചാരിക്കും പ്രായമാകുമ്പോൾ മാത്രമേ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുള്ളൂ, പ്രയാസങ്ങളുള്ളൂ എന്നൊക്കെ. കുട്ടികളെ സംബന്ധിച്ച് അവരുടേതായ ആ പ്രായത്തിൽ അവർക്ക് ഒരുപാട് ഡിഫിക്കൽറ്റീസ് ഒക്കെ നേരിടേണ്ടതായിട്ട് വരും. ഇതൊക്കെ നമ്മളോടൊന്ന് തുറന്നു പറയണമെങ്കിൽ അവരോടൊപ്പം നമ്മൾ ഒരല്പം സമയമെങ്കിലും ദിവസവും ചെലവഴിക്കാനായിട്ട് മാറ്റിവെക്കാൻ തയ്യാറാണ്. എക്സിബിറ്റ് ലവ്. നമ്മളുടെയൊക്കെ കാഴ്ചപ്പാടില് പേരന്റ് എന്ന് പറഞ്ഞ ഒരു നല്ല മാതാവ് അല്ലെ പിതാവ് എന്ന് പറഞ്ഞാല് കുട്ടികളുടെ അടുത്ത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുക, അവരോടൊന്ന് സ്നേഹം പ്രകടിപ്പിക്കാതെ മാറി നിന്നാലേ നല്ലൊരു പേരന്റ് ആകൂ എന്നുള്ളത് തികച്ചും ഒരു തെറ്റായ ധാരണയാണ് ഇതെന്ന് പറയും. സ്നേഹം അത് നമ്മൾ പ്രകടിപ്പിക്കുക തന്നെ വേണം, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളോട്. അത് അവരുടെ ഇമോഷണൽ ഡെവലപ്മെന്റിന് വളരെയധികം അത്യാവശ്യമായ ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, ഒന്ന് ഹഗ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവുക. നല്ല നല്ല വാക്കുകൾ എൻകറേജ് ചെയ്യുന്ന, അവരുടെ പ്രായത്തിൽ അവർക്ക് ആകുന്ന രീതിയിൽ ഒരു ജോലി അവർ ചെയ്ത് തീർക്കുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് പഠിത്തത്തിലൊന്ന് അല്പം ഒരു എന്തെങ്കിലും ഒരു അവർക്കൊരു ഇമ്പ്രൂവ്മെന്റ് നമ്മൾ കാണുമ്പോൾ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ, ഒന്ന് ചേർത്ത് പിടിക്കാൻ, നീ കൊള്ളാമെന്ന് പറയാൻ തയ്യാറാവും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടികൾക്ക് അല്പം സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കാനായിട്ട് മാതാപിതാക്കളെ തയ്യാറാവുക. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ എത്ര വളർന്നാലും അവര് നമ്മുടെ ചിറകിന്റെ കീഴിലായിരിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് പലപ്പോഴും ഉള്ളത്. നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കുട്ടികൾ ഇന്നല്ലെങ്കിൽ നാളെ വളരും. അവർ ഈ സമൂഹത്തിൽ തനിച്ച് ജീവിക്കേണ്ടതാണ്.
വെല്ലുവിളികളെയും സാഹചര്യങ്ങളെയും ഒക്കെ അതിജീവിക്കാൻ കഴിവ് വേണമെങ്കിൽ അത് ചെറുപ്പം മുതൽ തന്നെ പഠിച്ചു വരേണ്ടതായ ഒരു കാര്യമാണ്. ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രായത്തിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡ്യൂട്ടീസ് ഒക്കെ അവരെ കൊണ്ട് ചെയ്യിക്കുക. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഡ്രസ്സൊക്കെ ഇടുന്ന ഒരു ഇതാണ് എങ്കിൽ അവർക്ക് അവരുടെ ഇഷ്ടത്തിന് നമ്മൾ അത് വിട്ടുകൊടുക്കുക. അവർക്ക് ഇഷ്ടമുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവരെ ചോയ്സ് എടുക്കാനായിട്ട് അവരെ നമ്മൾ അനുവദിക്കുക എന്നുള്ള എല്ലാ കാര്യത്തിലും നമ്മൾ അവരെ വളരെയധികം വരിഞ്ഞു മുറുക്കി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെ കടത്തി വിട്ടു കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ലോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു കഴിവ് ഡെവലപ്പ് ചെയ്യാനോ ഒക്കെ സാധിക്കാതെ വരും. സെറ്റ് ആൻ എക്സാമ്പിൾ ഓഫ് പോസിറ്റീവ് കണ്ടക്ട്. നമ്മളുടെയൊക്കെ കാഴ്ചപ്പാട് നമ്മുടെ കുട്ടികളെല്ലാം തികഞ്ഞവരായിരിക്കണം, നന്നായിരിക്കണം. നമ്മളെ പേരൻസ് എങ്ങനെ ആയാലും സാരമില്ല, എന്റെ കുട്ടി എല്ലാ കാര്യത്തിലും മിടുക്കുള്ളതായിരിക്കണം, നന്നായിട്ട് മറ്റുള്ളവരോട് പെരുമാറണം. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളെയാണ് നമ്മളുടെ കുട്ടികൾ റോൾ മോഡലായിട്ട് പലപ്പോഴും കാണുന്നത്. നമ്മൾ അതിൽ അത്രമാത്രം ശ്രദ്ധാലുവായിരിക്കണം. നമ്മളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അല്ലെങ്കിൽ നമ്മളുടെ പ്രവൃത്തികളൊക്കെയും മോശമായിട്ട് നമ്മുടെ കുട്ടികൾ ഇതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല, നന്നായിട്ട് വരണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. അതുകൊണ്ട് നമ്മളൊരല്പം ക്ഷമയോടെ എന്റെ കുട്ടികൾ നന്നാകണമെങ്കിൽ, എന്റെ കുടുംബം നന്നാകണമെങ്കിൽ ഞാൻ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായി നമ്മളൊരു നല്ല മോഡലായിട്ട് നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ മാറാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ കുട്ടികൾക്ക് നല്ല സ്വഭാവം ഡെവലപ്പ് ചെയ്തെടുക്കാൻ അത് സഹായിക്കും. ഷോ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പേഷ്യൻസ്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ, ക്ഷമയോടെ പെരുമാറാനായിട്ട് നമ്മൾ മാതാപിതാക്കൾ തയ്യാറാവുക എന്നുള്ളത്. പലപ്പോഴും കുട്ടികൾ തെറ്റുകൾ വരുത്തുമ്പോൾ വളരെയധികം അവരെ ശകാരിക്കുക അല്ലെങ്കിൽ നീ ചെയ്യുന്നതെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞ് അവരുടെ ഉള്ളിൽ ആത്മവിശ്വാസം കെടുത്തുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് പലപ്പോഴും ഉണ്ടാകുന്നത്. ഇവിടെ നമ്മൾ ഒരു അല്പം ക്ഷമ കാണിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തെറ്റുകളിൽ നിന്നാണ് പഠിക്കുന്നത് അല്ലെ. കുട്ടികൾ ഒരു ലേണിങ്ങിന്റെ സ്റ്റേജിലാണ്. വളർന്നു വരിക എന്ന് പറയുമ്പോൾ തെറ്റുകളിൽ നിന്നാണ് അവർ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് തെറ്റുകൾ വരുത്തുമ്പോൾ കുട്ടികളെ നമ്മൾ അത് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവരെ കൂടുതൽ എൻകറേജ് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുക. നിനക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നിനക്ക് നന്നാകാൻ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ തയ്യാറാവുക. പറയുമ്പോൾ ഇത് ഈസിയാണ് എന്ന് തോന്നുമെങ്കിലും ഒരല്പം ക്ഷമയും നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ക്വാളിറ്റി മാതാപിതാക്കൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ കുട്ടികളുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ അവരെ എൻകറേജ് ചെയ്യിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ കുട്ടികൾ ഇന്നതാകണം, ഡോക്ടർ ആകണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആകണം, അത് നമ്മളുടെ കാഴ്ചപ്പാടുകൾ നിന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ കുട്ടികളെ ഫോഴ്സ്ഫുള്ളി ആ വഴിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും പലതരത്തിലുള്ള ഇഷ്ടങ്ങൾ കുട്ടികൾക്ക് കാണും, പല പാഷന് കാണും, ഇൻട്രസ്റ്റുകൾ കാണും. ഇതൊന്നും തിരിച്ചറിയാനോ പ്രോത്സാഹിപ്പിക്കാനോ നമ്മൾ തയ്യാറാകാതെ വരുമ്പോൾ നമ്മുടെ കുട്ടികൾ ചിന്തിക്കുന്നത് എന്താണെന്നോ, എന്നെ മനസ്സിലാക്കാൻ എന്റെ അപ്പൻ അല്ലെങ്കിൽ അമ്മയ്ക്ക് കഴിയുന്നില്ല, ഞാൻ പറയുന്നത് ഒന്നും അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് വരുമ്പോൾ ഈ പേരൻസിനും ഈ കുട്ടികൾക്കും ഇടയിലുള്ള ഗ്യാപ്പ് വല്ലാതെ അങ്ങ് കൂടുകയാണ്. അങ്ങനെ ഒരു അകലം കുറയ്ക്കണമെങ്കിൽ നമ്മളുടെ കുട്ടികൾ, ഓരോ കുട്ടികളും വ്യത്യസ്തരാണ് അല്ലെ. നമ്മളുടെ സ്വന്തം കുട്ടികളാണല്ലോ, അവർക്ക് നമ്മളുടെ ഇൻട്രസ്റ്റ് ആയിരിക്കില്ല പലപ്പോഴും പല കാര്യങ്ങൾക്കും ഉള്ളത്. അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നമുക്കൊരു പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയിൽ വാക്കുകൾ കൊണ്ടാകാം, അല്ലെങ്കിൽ സപ്പോർട്ട് കൊടുക്കുന്ന രീതി. ഉദാഹരണത്തിന് ഇപ്പം ഡ്രോയിങ് അല്ലെ പെയിന്റിംഗ് ഒക്കെ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് അതിന് വേണ്ടിയതായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മളൊന്ന് പ്രൊവൈഡ് ചെയ്ത് നോക്കി നമ്മുടെ കുട്ടികൾക്ക് ഉള്ളിൽ തോന്നുന്നത് എന്താണ്, എന്റെ പേരന്റ് എന്നെ മനസ്സിലാക്കുന്നു, എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന്. അത് കുട്ടികളുടെ മാനസികമായിട്ട് വളർച്ചയ്ക്ക് ഒരുപാട് ഉപകാരപ്പെടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വാക്കുകളോ അല്ലെ പ്രവൃത്തികളോ കൊണ്ട് കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള ഗ്യാപ്പ് വളരെയധികം കൂടിപ്പോകാറുണ്ട്. പലപ്പോഴും അതുകൊണ്ട് തന്നെ കുട്ടികൾ മാതാപിതാക്കളോട് സംസാരിക്കാൻ തയ്യാറാകാതെ വരും, അവരുടെ വിഷമതകൾ പറയാനായിട്ട് തയ്യാറാകാതെ വരും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്റെ കുട്ടി എന്നിൽ നിന്ന് ഒരുപാട് അകന്നു പോയി, അല്ലെങ്കിൽ അവര് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് വരുന്നില്ല, നന്നായിട്ട് ജീവിക്കുന്നില്ല, പെരുമാറുന്നില്ല എന്നൊക്കെ പരാതി പറയുന്നത് ഒഴിവാക്കാൻ വേണ്ടി നമ്മളുടെ സ്വഭാവത്തിൽ ഒരല്പം മാറ്റം വരുത്തുക, നമ്മളുടെ സമയത്തിന് അല്പം നമ്മുടെ മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാവുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളും നമ്മളുടെ കുട്ടികളും തമ്മിലുള്ള ആ ഒരു ബോണ്ട് നമുക്ക് കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം നമ്മുടെ കുട്ടികളെ നല്ല കുട്ടികളാക്കി വളർത്തിയെടുക്കാനും അത് സഹായിക്കും. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.